ലക്കിനെല്ലാം ജയിച്ചു പോകുന്നുണ്ട്. സത്യം, എന്റെ കാര്യം അങ്ങനെ തന്നെ. കാര്യമായിട്ട് ഇന്നലെ നീ കളിച്ചിട്ടല്ലേ കിട്ടിയത്? പിന്നെ അതെ, അത് തന്നെ നമ്മളിപ്പോണ്ട് പറ്റുന്ന പോലെ അങ്ങനെ കളിച്ച് കളിച്ച് നമ്മൾ കയറണം. അങ്ങനത്തെ ഒക്കെ സാധനമൊക്കെ തന്നാ ഞാൻ നന്നായിട്ട് ചെയ്യാട്ടെ. ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കും. അതിപ്പോ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. കുക്കിംഗ് സെറ്റപ്പ്, വെറുതെ ഇരിക്കൽ, മറ്റേ എന്തെങ്കിലും ഈ യാത്ര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കൽ. ബിഗ് ബോസ് ഹൗസിൽ പ്രേതബാധ. ഇതിനോടകം 2 പേരുടെ ചോര യക്ഷി ഊറ്റി കുടിച്ചു കഴിഞ്ഞു. 3ാമത് ടാർഗറ്റ് ആരായിരിക്കും? ഉറപ്പായിട്ടും ഞാനാണെങ്കിൽ പറയുകയും ചെയ്ത് ചുമന്ന ലിപ്സ്റ്റിക് ഇട്ടിട്ട് വന്നിട്ട് എനിക്ക് ചോര കുടിക്കണം. ഞാനൊക്കെ ഒരു പരിപാടി ആക്ടിവിറ്റി ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ, ഒരു ഗെയിമൊക്കെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ, ഒരു എന്തെന്നാ അതിന് പറയുന്നത്, ഒരു പ്ലോട്ട് എത്തിട്ട് ഇങ്ങനെ ചെയ്യണേ, അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷയൊക്കെ ആണെങ്കിൽ പൊളിക്ക് വേറെ ലെവല്. എനിക്ക് ഭയങ്കരമായിട്ട് വീട് മിസ് ചെയ്യുന്നു. വിഷമിക്കണ്ട, പെട്ടെന്ന് പോകാൻ പറ്റണോ? ഞാന് സോറി, വെരി സോറി. പവർ ടീം എന്തായാലും 4 ആഴ്ച കഴിഞ്ഞ് പോകുള്ളൂ എന്നല്ലേ വിചാരിച്ചു വെച്ചിരിക്കുന്നേ. അതെ, ഞാനൊന്ന് അവിടെ പോട്ടെ, കുറച്ച് സീരിയസ് ആയിട്ട് നിന്ന് നോക്കട്ടെ. അപ്പൊ എവിടെ ഇരുന്നാ പറ്റത്തില്ലായിരിക്കും. അതല്ല, പെട്ടെന്ന് വന്ന മൈൻഡിലൊരു സാധനം. അത് ഇവിടെ തട്ട്, മറ്റേ തട്ടലല്ല അവിടെ, അതൊന്നും എനിക്കറിയില്ല തട്ടാന്. ഇപ്പൊ അവിടെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും കൂടി ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കില്ലേ. അവിടെ പോയിട്ട് ഇങ്ങനെ വെറുതെ അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇടാതെ ഇങ്ങനെ നിന്നാൽ എന്തായിരിക്കും അവരുടെ ടാസ്ക് ചെയ്യിപ്പിക്കേണ്ട ആളാണ് നീ. ടാസ്ക് ചെയ്യുന്ന എന്തിനാ? ടാസ്ക് അല്ല, ഞാൻ എന്റെ ടാലന്റ് ഞാൻ പുറത്തെടുക്കാൻ നോക്കല്ലേ. എടുക്ക് ആദ്യം. നീ അങ്ങനെ എന്റെ മുമ്പിലൊന്നും നിൽക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി എന്നെ ചിരിപ്പിക്കോ? ചിരിപ്പിക്കാം, ശ്രമിക്കാം. കരയിപ്പിക്കണ്ട, അത് വേണ്ട, നമുക്ക് കരയിലുണ്ട്. അത് നീ ഇങ്ങനെ എന്താണ്ട് പണ്ട് നിനക്ക് സ്കൂളിൽ പഠിച്ചപ്പോ എന്താണ്ട് അപ്പവും ബീഫും ഒക്കെ ആരാണ്ട് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ക്ലാസ്സിലുള്ളവർക്ക് കൊടുത്തു, നിനക്കും മാത്രം തന്നില്ല. അതൊക്കെ ആലോചിച്ച് ചേച്ചി എന്റെ അടുത്ത് പറ, ഇങ്ങനെ എന്തെങ്കിലും അഭിനയിക്കാനോ നമുക്ക് എന്തെങ്കിലും ഒരു സീന് പറയേ. അപ്പൊ ഞാനങ്ങനെ നിന്നോടിപ്പോ പറഞ്ഞാൽ നീ ചിരിക്കാനുള്ള ചാൻസ് ഒരൊറ്റ കാര്യമുള്ളൂ. നിന്റെ ഇക്കാക്കനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു ചിരിക്കേണ്ട ആവശ്യം? രാവിലെ തൊട്ട് പറഞ്ഞിട്ട് ഇപ്പൊ ഇതുവരെ അതല്ല ചെയ്തോണ്ടിരിക്കുന്നേ. നിനക്ക് മനസ്സിലാവുന്നില്ലേ? നീ തന്നെ കണ്ണാടി നോക്ക്, നീ ചിരിക്കുന്നുണ്ടോന്ന്. ഇല്ലല്ലോ. സിമ്പിൾ, ചിരിപ്പിച്ചല്ലോ, അത്ര തന്നെ കഴിഞ്ഞല്ലോ. അല്ല, അത് തുടങ്ങിയിട്ടില്ല. ടാസ്ക് സ്റ്റാർട്ടഡ് പറയണം. അതൊന്നും പറ്റില്ല, അതൊന്നും പറ്റില്ല. അതൊന്നും ബസറക്കുണ്ട് അമ്പടി. അത് കൊള്ളാട്ടാ. ഞാനിവിടുന്ന് സാധനം ഡൈവേർട്ട് ചെയ്തിട്ട് വേറൊരു സാധനം താന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് അത് നടക്കില്ല, അത് നടക്കില്ല, അത് നടക്കില്ല. നീ ചിരിപ്പിക്കുന്നതായിട്ട് അഭിനയിക്കും, നീ ചിരിച്ചിരിക്കുന്നതായിട്ട് അഭിനയിക്കും. ആരെങ്കിലും ഒരു തമാശ പറഞ്ഞു, നീ ചിരിച്ചു എക്സ്പ്രഷൻ ഇട്ട് കാണിച്ചത് എങ്ങനെയാന്ന്. ഇപ്പൊ ഞാനൊരു തമാശ പറഞ്ഞായിട്ട് നീ ഇമാജിൻ ചെയ്യാം. ഇങ്ങനെ നീ ഭയങ്കര സീരിയസ് ആയിട്ട് നിന്നിട്ട് എന്റെ തമാശ ഇട്ടിട്ട് നീ ചിരിക്കുന്നതായിട്ട് കാണിക്കാം. ഞാനിങ്ങനെ എന്തെങ്കിലും ആലോചിക്കണം, ആലോചിക്കണം പെടുന്നു. അതാണ്. നീ ചിരിച്ചു, ഞാൻ തന്നെ ചിരിപ്പിച്ചു. 2 അങ്ങോട്ടും നീ